ഹായ്, ഇസ്മി ജസീന. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പലർക്കും ആസ്വാദകരവും എന്നാൽ മറ്റു ചിലർക്ക് ഭയമുള്ള ഒരു വിഷയമാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാൻ മുന്നേ ഉണ്ടായിരുന്ന ഞാൻ എങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ ആയി മാറി എന്നുള്ളത് എനിക്ക് പറയാതെ തുടങ്ങാൻ കഴിയില്ല. തീർച്ചയായും മുന്നേയൊക്കെ ഞാനൊരു സ്റ്റേജിൽ പോകണമെങ്കിൽ, പ്രത്യേകിച്ച് നമ്മളൊരു യുവജനോത്സവത്തിനൊക്കെ പങ്കെടുക്കാനായിട്ട് പോകുമ്പോൾ സ്റ്റേജിൽ പോകുന്ന സമയത്ത് കൈകാലുകളൊക്കെ വിറച്ചുകൊണ്ടായിരിക്കും നമ്മൾ കയറുക. അതുപോലെ വരികൾ കിട്ടില്ല. പിന്നെ അത് മുഴുവനാക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ എങ്ങനെയൊക്കെയോ മുഴുവനാക്കിയിട്ടുണ്ടാകും. ആ രീതിയിലായിരുന്നു. പിന്നെ തിരിച്ചു വരുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ഇൻസൾട്ടൊക്കെ ഉണ്ടാകും. കാരണം നീ എന്തിനാ പാടാനറിയില്ലെങ്കിൽ പാടിയത് എന്നൊക്കെ. കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാനൊന്നും ആരുമില്ല. പലരും പഠിച്ചുകൊണ്ട് വന്ന് നമുക്ക് അറിയാം, മോയിൻകുട്ടി വൈദ്യരുടെ പാട്ടൊക്കെ പാടുന്ന വ്യക്തികളാണ്. നമുക്ക് ഇത് ഫസ്റ്റ് കിട്ടണമെന്നുള്ളതൊന്നല്ല, എന്തോ ഒരു ആഗ്രഹം, ഒരു പെർഫോമൻസ് ചെയ്യണമെന്നുള്ളത്. തീർച്ചയായിട്ടും അന്ന് അങ്ങനെ ഒരു സംഭവം നടന്നത് കാരണം തന്നെ അതിന് ശേഷവും എനിക്ക് ഒരുപാട് ഇൻസൾട്ടൊക്കെ കിട്ടി. എന്തുകൊണ്ടോ നമ്മുടെ ഉള്ളിലേക്ക് വലിയുന്നൊരു പ്രകൃതമായിരുന്നു. പിന്നീട് എനിക്ക് ഓരോ ഘട്ടത്തിൽ എത്തുന്ന സമയത്ത് എനിക്കൊരു ജോലിയുടെ ഭാഗമായിട്ട് നമുക്ക് പബ്ലിക്കിൽ പ്രസൻറ്റ് ചെയ്യണമല്ലോ, നമുക്ക് പ്രസൻറ്റേഷൻ സ്കില്ല് വർദ്ധിപ്പിക്കണം. അതിനായിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് പലരും സംസാരിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഒരു കോൺഫിഡൻസ് വർദ്ധിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നിൽക്കുന്ന ഞാൻ എന്ന് പറയാൻ വളരെ വ്യത്യസ്തയാണ്. പിന്നീട് ഞാൻ മീറ്റപ്പിനൊക്കെ പോയപ്പോൾ ഫ്രണ്ട്സ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അവർക്കൊക്കെ ഒരു സ്വന്തം പരിചയപ്പെടുത്താൻ വരെ ഭയപ്പെട്ട ഒരു ഷൈ ഫീൽ ചെയ്ത സമയത്ത് ഞാനൊരു 5-10 മിനിറ്റ് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, പണ്ടുള്ള നീ തന്നെയാണോ ഇത്? അന്ന് നീ സംസാരിച്ചിരുന്നല്ലോ, ഇല്ലല്ലോ. നിങ്ങളിലൊരു തിരിച്ചറിവ് എപ്പോഴാണോ വരുന്നത് ആ സമയം നിങ്ങൾ മാറാൻ തയ്യാറാകുക എന്നുള്ളതാണ്. നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളതാണ്. അപ്പോൾ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ആശയങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളൊക്കെ നമുക്ക് സമൂഹത്തിലേക്ക് കൊടുക്കാനുള്ളൊരു ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു കലയാണ് എന്ന് തന്നെ പറയാം. എല്ലാവർക്കും ആ കഴിവ് ജന്മന ഉണ്ടാകണമെന്നില്ല. പലരും ജന്മന ഉള്ളവരുണ്ടാകും. ചിലർക്ക് സംശയമാണ് എനിക്ക് കഴിയുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട, ഭയമില്ലാത്തവർക്കുടെ കഴിവല്ല ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. അത് തയ്യാറെടുപ്പും അതുപോലെ തന്നെ ആവേശം ഉള്ളവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് കൊണ്ട്. അങ്ങനെ നല്ലൊരു പ്രാസംഗികനാകാമെന്നൊന്ന് കുറച്ച് കാര്യങ്ങളുമായിട്ട് വിശദീകരിക്കാം. നമുക്ക് ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധാപൂർവ്വം തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അതായത് വിഷയം മനസ്സിലാക്കിക്കൊണ്ട് കുറച്ച് പോയിന്റുകളായിട്ട് ക്രമീകരിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. കണ്ണാടിയിലൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വയം സംസാരിച്ചുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. അതുപോലെ ചെറുതായിട്ട് ഒന്ന് തുടങ്ങുക. നമ്മൾ ഫ്രണ്ട്സിനോടൊക്കെ ആദ്യം നല്ല രീതിയിൽ സംസാരിക്കുക, എന്നിട്ട് വേണം നമ്മൾ സമൂഹത്തിലോട്ട് ഇറങ്ങാനുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ ശ്രോതാക്കളുമായിട്ടൊരു ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് കണ്ണിൽ നോക്കി സംസാരിക്കുക. ഞാനിപ്പോൾ നിങ്ങളുടെ കണ്ണിൽ നോക്കി സംസാരിക്കുമ്പോൾ നിങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നല്ലൊരു പബ്ലിക് സ്പീക്കർ ആവാൻ സാധിക്കും എന്നുള്ളതാണ്. മഹാന്മാരായ വ്യക്തികളെ എടുത്ത് നോക്കുകയാണെങ്കിൽ APJ അബ്ദുൽ കലാം, മഹാത്മാഗാന്ധിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്കൊന്നും ജന്മനായി ഒരു കഴിവ്